അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഓട്ടോമാറ്റിക്കായി നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ദേവീ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ അടുത്തുള്ള എല്ലാ വീടുകളിലേക്കും തിറയും പൂതനും ഒരു അനുഗ്രഹമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഉത്സവത്തിൻ്റെ തൊട്ട് മുൻപിലായി നടന്ന സംഭവങ്ങൾ മുതൽ അവസാനം വരെയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ. കൂടാതെ തന്നെ ഇക്കാലത്ത് അന്യം നിന്നു പോകുന്ന ഒരു കലാവിരുത് കൂടിയാണ് തിറയും പൂതനും. അതിപ്പോൾ അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലക്കാട്, അത് പാലക്കാടൻ സൈഡിലാണ് അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എത്തിയത് നമ്മുടെ അവിടുത്തെ ദേശക്കാരുടെ ഒരു പ്രോഗ്രാമായിട്ടുള്ള തമ്പോലയും കാളയും അവിടേക്കാണ് എത്തിയത്. അപ്പോൾ ഈ കാളവേല എന്നത് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ കാളവേല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് നിലനിൽക്കുന്നത് പാലക്കാടൻ സൈഡുകളിലാണ്. ഇപ്പോൾ മലപ്പുറത്താണെങ്കിൽ കരിങ്കാളി അങ്ങനെയൊക്കെ നമ്മൾ പറയും. ബാക്കി പാലക്കാട് തന്നെ വേറെ സൈഡുകളിലൊക്കെ ആനകളൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ പാലക്കാട് പെർട്ടിക്കുലർ പ്ലേസായ ഇപ്പോൾ ചെറുപ്പളശ്ശേരി, മംഗലാംകുന്ന് ഇങ്ങനത്തെ സൈഡുകളിലൊക്കെ കാളവേല വളരെ വിലപ്പെട്ടതും പല ആളുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടുതലായിട്ടും കാളവേലകളെക്കുറിച്ചായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള പാടം. ഇവിടെയാണ് ഇപ്പം നമ്മൾ വരുന്ന എല്ലാ വരവുകളും, അതായത് തെറിയും പൂതനും ആയിക്കോട്ടെ, തമ്പോല ആയിക്കോട്ടെ, കാളയായിക്കോട്ടെ, എല്ലാവരും കൂടിച്ചേരുന്നത് ഈ പാടത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാടത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു തൊട്ട് മുന്നിലായിട്ട് തിറകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതിന് പിന്നാലെ തന്നെ നിങ്ങൾക്ക് കുറേ കാളകളെ കാണാം. കാരണം എന്തൊക്കെ വരവുകളുണ്ട്, ഓരോ ദേശത്തു നിന്ന് വരുന്ന എല്ലാ ഇങ്ങനത്തെ പ്രോഗ്രാമുകളും എല്ലാം കൂടി കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള പാടത്തേക്ക് ഇറങ്ങും കേട്ടോളൂ. അപ്പോൾ നമുക്കത് കുറച്ച് നേരം വീക്ഷിക്കാം. പിന്നെ രാത്രിയാവും തോറും നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു സൗന്ദര്യവും മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊട്ടിനനുസരിച്ച് അത് ആസ്വദിക്കുന്ന ആളുകൾ, പിന്നെ നമ്മൾ മുന്നേ കണ്ട കാളകളില്ലേ, അതിലൊക്കെ ഒരു സന്ധ്യ ആവുന്ന നേരം അവർ ലൈറ്റ് ഓണാക്കും. ഇതൊക്കെ ഒരു കണ്ണിന് തന്നെ ഒരു പെട്ടെന്നൊരു കുളിർമയേകുന്നൊരു ചിത്രം തന്നെയാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു മങ്ങിയ വെളിച്ചത്, അത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന വെളിച്ചത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അത് പ്രത്യേക ഒരു ഭംഗിയാണ്. അത് പറയാൻ പറ്റാത്ത വിധം അത്രയ്ക്കധികം ഭംഗിയാണ്.
ഈ കാളകളുടെ കൊമ്പൊക്കെ നമുക്ക് ഊരിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. കാരണം പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിലൂടെയൊക്കെ വരുമ്പോൾ ലൈൻ കമ്പികളും മറ്റു മരങ്ങളും അതിൻ്റെ തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊമ്പുകൾ ഇങ്ങനെ അവർ മാറ്റുന്നത്. കുറച്ച് കഴിഞ്ഞ് ഒരു പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ അവരത് കണക്റ്റും ചെയ്യും കേട്ടോ. അതുകൊണ്ട് എന്തൊരു ഭംഗിയെ നോക്കൂ, അതിന് ലൈറ്റുകളും കണക്ഷനുകളും. കാരണം സത്യം പറഞ്ഞാൽ ചില പൂരങ്ങൾ കാളവേലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതാ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാം നമ്മുടെ പാടത്ത്, അമ്പലത്തിനും ക്ഷേത്രത്തിനും മുന്നിലുള്ള പാടത്ത് നിരന്ന് നിൽക്കുക കേട്ടോ. ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഇപ്പോൾ വരുന്ന കാളകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എല്ലാം ഈ പാടത്ത് എത്തി അവിടെ ഇറങ്ങിയിട്ട് എല്ലാം നിരയായിട്ട് നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെ ഇവിടെ നിലനിൽക്കും. അപ്പോൾ ആളുകളുടെ എണ്ണം കണ്ടു, എല്ലാവരും എൻജോയ് ചെയ്യാണ് പൂരം ഉത്സവം. നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി തന്നെ എനിക്കും കൂടുതലായി അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ DJ. അതായത് അറിയാലോ, പാട്ട് വയ്ക്കുക, DJ പാട്ട് വയ്ക്കുക, അതിൻ്റെ താളത്തിനനുസരിച്ച് നമ്മൾ ഡാൻസ് ചെയ്യാം. അപ്പോൾ പതുക്കെ പതുക്കെ ആ വണ്ടിയും അതിൻ്റെ ആളുകളും സംഘാടകരും അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി, അവിടെ പാടത്തേക്ക് ഇറങ്ങി. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ഏത് ആടാത്തവനും ആടും. അത്രയ്ക്ക് ഒരു നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്കതിൻ്റെ മ്യൂസിക്സ് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എന്തൊക്കെ വരവ് ഏതൊക്കെ ദേശത്തുനിന്ന് വന്ന കാളകളോ എല്ലാം ഇപ്പോൾ കണ്ട് ഒരു വരിയായിട്ട് അവരിങ്ങനെ നിലകൊള്ളോടെ കുറച്ച് നേരം കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ കാളകൾ നേരെ ദർശനത്തിന് വേണ്ടി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകും. ബാക്കിയെല്ലാം വലിയ കാളകളും മറ്റ് മ്യൂസിക് സിസ്റ്റങ്ങളും തമ്പോലകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ നിലനിൽക്കും കേട്ടോ, ഈ പാടത്ത് തന്നെ.
കുറച്ചേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ ചൈനീസ് പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെടിക്കെട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് ഇതാണോ വെടിക്കെട്ടെന്ന രീതിയിൽ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഭംഗി, നല്ലൊരു വൈബായിരുന്നു. കാരണം ഈ രാത്രിയിൽ ഈ ചൈനീസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ മ്യൂസിക് ഇങ്ങനെ DJ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു, നമ്മളത് ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇത് ആസ്വദിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. എൻ്റെ ഒരു പരിധിക്കുള്ളിൽ ഞാൻ എന്തായാലും ശ്രമിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട്, ഇപ്പോൾ ഈ ചൈനീസിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ വെടിക്കെട്ടിനോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇതിന് നന്നായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ മുന്നിലെത്തിക്കുന്നതാണ്. ഓക്കെ, ബൈ. ഒരെണ്ണം പൊട്ടി. ആ